കുഞ്ഞുനാളിൽ സെബസ്ത്യാന ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവഹിതം താനൊരു കുടുംബവുമായി ജീവിക്കുക എന്നതായിരുന്നു. ആ ഹിതമനുസരിച്ച് ഒരാളെ വിവാഹം ചെയ്യുകയും അവർക്ക് 9 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ വൈദികനാകാൻ അവർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് അവർ ദൈവത്തെ ശുശ്രൂഷിക്കാനായി വിട്ടു നൽകിയ മകൻ ഇന്ന് ബ്രസീലിയൻ സംസ്ഥാനമായ മാറ്റോ ഗ്രോസോ ഡോ സൂളിലെ ബിഷപ്പായ ഹെൻറിക്കാണ്. ഭർത്താവിൻ്റെ മരണശേഷം സെബസ്ത്യാനയുടെ ജീവിതത്തിൽ വലിയ ശൂന്യത രൂപപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു താൻ കുഞ്ഞുനാളിൽ ആഗ്രഹിച്ച ആ ജീവിതത്തിലേക്ക് സെബസ്ത്യാന എത്തപ്പെടുന്നത്. തൻ്റെ മകനായ ബിഷപ്പിൻ്റെ പിന്തുണയോടെ ദൈവത്തെയും സഭയെയും സേവിക്കുന്ന ഒരു റെഡംബ്രറിസ്റ്റ് സമൂഹത്തിലെ കന്യാസ്ത്രീ ആയിരിക്കുകയാണ് ഇപ്പോൾ അവർ. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട സ്ത്രീകളെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി പ്രവർത്തിക്കുകയാണ് അവരിപ്പോൾ. ഞാനൊരു പുരോഹിതനായത് തൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും അവരുടെ ത്യാഗവുമാണെന്ന് ബിഷപ്പ് ഹെൻറിക് പറഞ്ഞു. 14-ാം വയസ്സിലായിരുന്നു അദ്ദേഹം ഫോണ്ടാഗ്രോസയിലെ സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയതിനാൽ തന്നെ തൻ്റെ സെമിനാരി കാലഘട്ടവും വലിയ ദുരിതം നിറഞ്ഞതായിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. എന്നിരുന്നാലും ദൈവം ഓരോ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചതിനാൽ അവിടുത്തെ വിളി പൂർത്തിയാവുകയായിരുന്നു. 1999 അദ്ദേഹം ഒരു റെഡംബ്രറിസ്റ്റ് വൈദികനായി അഭിഷിക്തനാവുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വിവാഹ ജീവിതത്തെക്കാൾ ഒരു കന്യാസ്ത്രീയായി ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്ന് അമ്മ പലതവണ പറഞ്ഞതായി ബിഷപ്പ് ഹെൻറിക് ഓർത്തെടുത്തു. മരിക്കുന്നതിന് മുൻപ് തൻ്റെ അപ്പൻ പറഞ്ഞത് അമ്മയെ ഒരു കന്യാസ്ത്രീയാകാൻ സഹായിക്കണം, അവർ അതൊരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നായിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഒടുവിൽ സെബസ്ത്യാന തൻ്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം പോലെ റെഡംബ്രറിസ്റ്റ് കോൺഗ്രിഗേഷനിലെ സന്യാസിനിയായിരിക്കുകയാണ് ഇപ്പോൾ.